ഹലോ കൂട്ടുകാരെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് എനിക്ക് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് നേരിട്ട് ഉത്തരം തരാൻ പറ്റാത്ത, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ വന്നിട്ടുള്ള ചോദ്യം കോപ്പിറൈറ്റ് ഇഷ്യൂവിനെ കുറിച്ചാണ്. രണ്ടാമത് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പം കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, ഈ കുട്ടികളെ ഉൾപ്പെടുത്തി യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കേണ്ടതിന്റെ പിന്നെ ഇത് ആവശ്യകത എത്ര വയസ്സ് മുതലാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. പിന്നെ യൂട്യൂബിന്റെ ലൈസൻസുകൾ, അപ്പൊ ആ രണ്ട് ലൈസൻസുകൾ ഏതാണ് ടിക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ വീഡിയോ ചെയ്തപ്പോൾ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ വന്നത്, ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്, 1 വർഷമായി കഷ്ടപ്പെടുന്നു, 3 മാസമായി കഷ്ടപ്പെടുന്നു, എൻ്റെ വീഡിയോസ് കയറി പോകുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ അറിയാത്ത കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഇന്ന് ഞാൻ മറുപടി പറയുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയില്ല. പെട്ടെന്നൊരു കാര്യത്തിന് ഉത്തരം അറിയാനാണ് നമ്മൾ മെറ്റാഡ് എടുത്ത് പോയാൽ പോരെ. ഞാനൊരു ടീച്ചർ ആയിരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ ഉദാഹരണങ്ങൾ സഹിതമാണ് കാര്യത്തിന്റെ പ്രസക്തി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വലിച്ചു നീട്ടി പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ആദ്യം തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. 3 മാസമായിട്ട് നല്ലപോലെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല. ഇത് പലരും പറഞ്ഞിട്ടുള്ള കാര്യം. 1 വർഷമായി വീഡിയോ ഇട്ടിട്ടും യാതൊരു വിധത്തിലും കയറി പോകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം, സീനിയോറിറ്റി നോക്കിയിട്ടല്ല നമ്മളെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സീനിയോറിറ്റി നോക്കണമെങ്കിലേ ഞാൻ പെൻഷൻ മേടിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ, അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ 10 വർഷം എടുത്തു ഒന്ന് രക്ഷപ്പെട്ട് വരാനെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. 2016 തുടങ്ങിയതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് രംഗത്തെ പെരുന്തച്ഛനാണ്, തച്ചിനിരുന്ന് വീഡിയോ ചെയ്ത പെരുന്തച്ഛനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കയറി പോകാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അത് പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ റോഡിൽ കൂടെ പോവാണ്, അവിടെ ഒരാൾ കഷ്ടപ്പെട്ട് കല്ല് ചുമക്കുന്നുണ്ട്, ഇപ്പുറത്തൊരു കൊച്ചുകുട്ടി വർണ്ണാഭമായ വസ്ത്രം ധരിച്ച് നല്ലൊരു പാട്ടിന്റെ താളത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതിലേത് നിങ്ങൾ കാണും? എന്റർടൈനിങ് ആയിട്ട്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നിയ ഒരു കാഴ്ച ഇതിൽ ഏതായിരിക്കും എന്നുള്ളതിലാണ് പ്രസക്തി. ഇതിൽ ആരാണ് കഷ്ടപ്പാട് കൂടുതൽ എന്ന, കഷ്ടപ്പെട്ട് കല്ല് ചുമക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചാക്ക് ചുമന്ന് ലോറിയിൽ കയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചേട്ടനെ നോക്കി നിൽക്കാം എന്ന് നമുക്ക് തോന്നില്ല. എന്റർടൈനിങ് ആണോ എൻഗേജ്ഡ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചാനലിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ പോലും നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ, നിങ്ങളുടെ വായി പല്ലുണ്ടോ എന്നുള്ള പരസ്യങ്ങൾ അവർ കൊടുക്കാറില്ല. അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം, ഞങ്ങളുടെ ടൂത്ത് പേസ്റ്റ് പുതിയ പ്രോഡക്റ്റിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും മേടിച്ച് പല്ല് തേക്കണമെന്ന്. പക്ഷെ അവർ അങ്ങനെയല്ല അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം അവിടെ രസമുണ്ടോ, ഒരു തമാശയുണ്ടോ, അല്ലെ സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ, അല്ലെ പുതിയ അറിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആളുകൾ നമ്മുടെയൊക്കെ ഓരോ, ഇപ്പൊ സിനിമയാണെങ്കിൽ പോലും, കരച്ചിൽ സിനിമയാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ റിവ്യൂ നോക്കും എങ്ങനെ ഉണ്ടെന്നല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ട രസം, സന്തോഷമാണ് വേണ്ടത്, അല്ലെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒക്കെ വേണം എന്നാണ് എല്ലാവർക്കും നിർബന്ധം. അപ്പൊ അതുപോലെയാണോ നമ്മുടെ ചാനൽ എന്ന് നിങ്ങൾ തന്നെ പോയി പരിശോധിക്കുക. അതുപോലെ നിങ്ങളുടെ തംബ്നെയില് CTR നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നുള്ളത്, നമ്മൾ അതിൽ കയറി നമ്മളെ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ചാനലിലേക്കുള്ള വാതിലാണ് നമ്മുടെ തംബ്നെയിൽ. ആ തംബ്നെയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക. അതിലെ വാചകങ്ങൾ, ഇപ്പൊ നിങ്ങൾ എന്നെ കാണാൻ വന്നത് അതിലെ വാചകങ്ങൾ കണ്ടിട്ടാണ്. ആ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാവുന്ന അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി വെച്ച് ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ 3 മിനിറ്റ് നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഒരു സസ്പെൻസ് പോലെ കൊടുക്കുക. ഞാൻ ചെയ്തില്ലേ അതുപോലെ കൊടുക്കുക. അപ്പൊ ആളുകൾ ഇരിക്കും. അല്ല ഞാൻ ഒത്തിരി വീഡിയോ, ഒരു ദിവസം 10 വീഡിയോ ഇട്ടു ഉള്ളതല്ല, ഒരു വീഡിയോ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഇടുക. കോപ്പിറൈറ്റിന്റെ പ്രശ്നം പറയാം. ഇത്രയും കാലം ഉള്ള എക്സ്പീരിയൻസ് ആണ്, പലതവണ വന്നിട്ടുണ്ട്. ചിലത് മ്യൂസിക്കിനായിരിക്കും. ഈ വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പം കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് സിനിമയുടെ ട്രോള് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സിനിമയുടെ ക്ലിപ്പ് കയറ്റി കഴിഞ്ഞിട്ട് ചിലതിന് നമുക്കിങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീഡിയോയും ചാടിക്കേറി പബ്ലിക് ആക്കി വിടരുത്, അൺലിസ്റ്റഡ് ആക്കി ഇടണേ. അന്നേരം യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട്, അതിന് ചെക്കിംഗ് ടൈം ഒക്കെ ഉണ്ട്, ചെക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ചെല്ലുമ്പോൾ റെസ്ട്രിക്ഷൻ നൺ, ഒരു തടസ്സവും ഇല്ലെന്നുള്ള ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക് ആക്കി കൊടുക്കണം. ആ ഒരു സമയത്താണ് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ്റെ അവിടെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അവർ പറയും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല,
ഇഷ്യൂ, ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന്റെ താഴെ തന്നെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ കോപ്പിറൈറ്റ് ക്ലിക്ക് ചെയ്യും. ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ കാണിക്കും അവർ. അത് ആ വീഡിയോയുടെ ഇന്ന പോർഷൻ അതൊരു ഡാർക്ക് കളറിൽ കാണിക്കും. ഇന്ന പോർഷൻ അടിയിൽ ഒരു ഡാർക്ക് കളറിൽ കാണിക്കും. എന്നിട്ട് അവർ പറയും ഒന്നെങ്കിൽ അത് ക്ലിപ്പിന്റെ ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒച്ചയുടെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്ലിപ്പാണ്, അതായത് അത്രയും ഭാഗത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പാണ് പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ സൗണ്ടാണ് പ്രശ്നം എന്നുള്ളത്, മ്യൂസിക് ആണോ ക്ലിപ്പാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയും. ഇതിന്റെ താഴെ അവർ വേറൊരു കാര്യം നമ്മളോട് ചോദിക്കും, ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് തരട്ടെ, ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാമെങ്കിൽ കട്ട് ചെയ്ത് തന്നേക്കാം, അന്നേരം നിങ്ങൾ നോ ഇഷ്യൂ എന്ന് പറഞ്ഞ് വീണ്ടും വരും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ പറയും ഇനിയിപ്പോൾ ഇഷ്യൂ ഇല്ല, അപ്ലോഡ് ആക്കിക്കോ, പബ്ലിക് ആക്കിക്കോ എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അതാണ്. അപ്പം നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കണം. ഈ മ്യൂസിക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ വൃത്തികേടായിട്ട് കിടക്കുക, അല്ലെങ്കിൽ അതുപോലെ വൃത്തികേടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇതിനെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെയും പോയി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പബ്ലിക് ആക്കാത്തതുകൊണ്ട് ഇത് നമ്മൾ ഡിലീറ്റ് ആക്കിയാലും നമുക്ക് വിഷയമില്ല. അല്ലെങ്കിൽ ഒരു ക്ലിപ്പാന്ന് ഓർത്തോ, മ്യൂസിക് ആണ് നമുക്ക് ഇപ്പൊ ഞാൻ വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി മ്യൂസിക് ബാക്കി കിടന്ന് കട്ടായാൽ നിങ്ങൾ അത്ര ശ്രദ്ധിക്കുകയില്ല. ഒരു കുക്കിംഗ് വീഡിയോയുടെ ഒരു മ്യൂസിക് കട്ടായാലും ആരും അങ്ങനെ ശ്രദ്ധിക്കുകയില്ല. അപ്പൊ അത്ര അത്യാവശ്യമുള്ള മ്യൂസിക് അല്ലേ അവര് തന്നെ കട്ട് ചെയ്തോട്ടെ എന്ന് അങ്ങ് കണ്ടേക്കണം. പക്ഷെ ഈ ക്ലിപ്പ്, അതായത് നമ്മളൊരു ചെറിയൊരു സിനിമയുടെ ക്ലിപ്പ് വന്നു, എന്തെങ്കിലും വിഷയം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വന്നു വിചാരിക്കുക, അന്നേരം നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയോ? അത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടെ അത്രയും ഒരു ചെറിയ ഇതാണ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്, നമ്മൾ ഒരു ചെറിയൊരു കറുത്ത പോലെ ഇങ്ങനെ ഇരുട്ട് പോലെ വന്നിട്ടൊക്കെ പോകത്തുള്ളൂ. ഇപ്പൊ ഞാൻ വർത്താനം പറയുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് വന്നാൽ നിങ്ങൾക്ക് അയ്യോ ഇത് വീഡിയോ കട്ടായി പോയെന്ന് ഓർത്ത് നിങ്ങൾ വേറെ വീഡിയോയിലോട്ട് പോകും, എന്റെ വീഡിയോ മൊത്തം കാണത്തില്ല. അപ്പം ഇവര് കോപ്പിറൈറ്റ് വന്നു, ഞാൻ ട്രിം ചെയ്യാന്ന് പറഞ്ഞ് യൂട്യൂബ് ട്രിം ചെയ്താലുള്ള കുഴപ്പമായി പറയുന്നത്. ക്ലിപ്പാണ് ട്രിം ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭാഗം കറുത്തിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യണം? അത് അത്യാവശ്യ വീഡിയോ ആണ്, നല്ല ലെങ്തിയാണ്, ആ അത്രയും ക്ലിപ്പ് പോയാൽ വൃത്തികേടാന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? വിഷമിക്കാനൊന്നുമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്തെന്നല്ലേ ഉള്ളൂ, അപ്ലോഡ് ചെയ്ത് പബ്ലിക്കായി പോയില്ലല്ലോ. നേരെ ചെന്നിട്ട് എന്തോ ചെയ്യണം? ഇതിനെ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പിന്നെ എഡിറ്റ് ചെയ്ത് ഏത് പോർഷനാണോ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ പോർഷൻ കട്ട് ചെയ്ത് കയറ്റാൻ നോക്കണം. അങ്ങനെ കട്ട് ചെയ്താൽ വൃത്തികേടില്ലെങ്കിൽ, അത് തന്ത്രപൂർവ്വം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടടുത്താണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് ആ ഒരു ഏച്ച് കെട്ടി വെക്കാൻ പറ്റുമോ അത് ചെയ്യുക. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ട നിങ്ങൾ യുക്തിപൂർവ്വം ചെയ്തിട്ട് അതിനെ വീണ്ടും കൊണ്ട് അപ്ലോഡ് ആക്കുമ്പോൾ അവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് അങ്ങ് കയറ്റി വിടാം. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളത് വരത്തുമില്ല. ഇൻ കേസ് നിങ്ങൾ അപ്ലോഡ് ആക്കി പബ്ലിക് ആക്കി കഴിഞ്ഞ് ചില നേരം അങ്ങനത്തെ ഒരു അബദ്ധമുണ്ട്, ഒരു കാലത്തും കോപ്പിറൈറ്റ് വരാതിരുന്നിട്ട് പെട്ടെന്നൊരു 2-ാം മാസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോപ്പിറൈറ്റ് ഉണ്ടേ എന്ന് പറഞ്ഞ് അന്നേരം ഒരു വരവുണ്ട്. അന്നേരം അപ്ലോഡ് ആക്കുന്ന സമയത്തൊന്നും നമ്മൾ നോൺ റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് എങ്ങനെയും ഒക്കെ കറങ്ങി തിരിഞ്ഞു പോയി ഇതിന് പതുക്കെ ഇതിനൊരു ഓണർ ഉണ്ടെന്നും ഇതിന് കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതാണെന്നൊക്കെ അറിഞ്ഞേച്ച് വന്ന് നമ്മളോട് ചോദിക്കും ഇനി ഞങ്ങൾ കട്ട് ചെയ്ത് തരട്ടെ എന്ന്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്നാണെന്ന് അറിയാവോ? നമ്മുടെ അൽഗോരിതം എന്ന് പറഞ്ഞ സാധനം താന്നു പോകും. ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ അൽഗോരിതം പെട്ടെന്ന് താന്നു പോകും. നമ്മളത് യൂട്യൂബിന്റെ ഈ വളർച്ചയ്ക്ക്, അതായത് നമ്മുടെ ചാനലിലെ വീഡിയോസ് കയറി പോകുന്നതിനെ അത് തടയും. ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകും. കുറേ ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ഒരുമാതിരി ഒരു വയ്യായിക പോലെ ആയിരിക്കും, കയറി പോകാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. അവരോട് തന്നെ അങ്ങ് കട്ട് ചെയ്തേക്കാൻ പറയണം. കട്ട് ചെയ്യാൻ പറയുമ്പോൾ വലിയൊരു, അതായത് നിങ്ങളുടെ ഫുൾ വീഡിയോ ആണ് അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഫുൾ വീഡിയോ കട്ട് ചെയ്ത് വിടുന്ന കാര്യമല്ല പറയുന്നത്. ഇച്ചിരിയേ ഉള്ളൂ, അത് കട്ട് ചെയ്ത് അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും, വൃത്തികേടാണ്, കാര്യമൊക്കെയാണ്. പക്ഷെ നിങ്ങൾ നേരെ താഴെ ഒരു കമന്റ് പിൻ ചെയ്ത് വെക്കണം. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം കുറച്ച് ഭാഗം കട്ട് ചെയ്തു, ബാക്കി ഭാഗം അതിലുണ്ടെന്നങ്ങനെ നിങ്ങൾ ഇട്ട് വെക്കുക. അതിപ്പോ ഇട്ടുകൊണ്ട് നിങ്ങളെ ഇഷ്ടമുള്ളവർ ബാക്കി അത് തപ്പിയെടുത്ത് കാണും, അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കും, ബാക്കി ഉണ്ടോ എന്ന് നോക്കും. ഇല്ലാത്തവർ ഇട്ടിട്ട് പോകും. പക്ഷെ നിങ്ങൾക്ക് വേറെ ക്ഷീണങ്ങളൊന്നും വരികയില്ല. കുറച്ച് പേര് കാണുന്നവര് ഒരു മാസം അല്ലെ 2 ദിവസം അല്ലെ ഒരാഴ്ച കണ്ട് നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന വീഡിയോ ആ ഒരു ഭാഗം വന്നപ്പോൾ ഇച്ചിരി ആൾക്കാർ കാണാതിരുന്നു, അല്ല ചിലർ സ്കിപ്പ് ചെയ്ത് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ചെറിയ വിഷയമേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ കഴിവതും ഡിലീറ്റ് ആക്കി പോകാതിരിക്കുക. പിന്നെ നിങ്ങളുടെ നല്ലൊരു ശതമാനമാണ് ട്രിം ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങളത് അന്നേരം അതിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ വീഡിയോ ഇങ്ങനെ ട്രിം കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ കറുത്ത് കിടക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു പിന്നെ ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇത് എന്തൊരു വീഡിയോ എന്നോർത്ത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ഇഷ്ടപ്പെടാതെ പോകുന്നൊക്കെ ടെൻഷനുണ്ട്. നിങ്ങൾ അത്ര കണ്ട് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ആക്കല്, പ്രൈവറ്റ് ആക്കി ഇട്ടോ കേട്ടോ. പ്രൈവറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ വലിയ ക്ഷീണമൊന്നും നമുക്ക് വരികയില്ല. ഈ ഡിലീറ്റ് ആക്കുന്ന അത്രയും ക്ഷീണം വരത്തില്ല. ഇപ്പൊ ഏകദേശം കോപ്പിറൈറ്റിന്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ കഴിവതും മ്യൂസിക് ഒന്നും കുത്തിക്കേറ്റണ്ട.
മ്യൂസിക് ഇല്ലേലും ഒരാൾ പറയുന്ന കാര്യം ആൾക്കാർ കേൾക്കും. മ്യൂസിക് ഇല്ലേലും ഇന്നത്തെ കാലത്ത് കുക്കിംഗ് ചാനലൊക്കെ എല്ലാവരും കാണും. അപ്പം ഇനി അത്ര മ്യൂസിക് ഇടണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടോ, അതാകുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാമല്ലോ. അപ്പോൾ കഴിവതും ഈ മ്യൂസിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെ ഈ അവസാനം പിന്നെ ഈ വയ്യാവേലിയാന്നേ അത്ര അത്യാവശ്യം ഇപ്പോൾ ഡാൻസ് വീഡിയോ ആണ്, മ്യൂസിക് പറ്റിയേ പറ്റൂ, ഉണ്ടേലേ വെക്കുകയുള്ളൂ എങ്കിൽ നിങ്ങൾ കൊടുത്തോ. അപ്പം കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ ഇതിന് ഉപയോഗിക്കുക. ഒന്ന് നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുവാണെങ്കിൽ ഷോർട്ട് വീഡിയോസിലുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് തന്നെ തരുന്നത് യൂട്യൂബിലുണ്ട്. യൂട്യൂബ് ഡെസ്ക്ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ മ്യൂസിക് ഇടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. കണ്ടവാനും കണ്ണി കണ്ടവരുടെയൊക്കെ മ്യൂസിക് കൊണ്ടിടാതിരിക്കുക. നിങ്ങളുടെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സിൽ കുട്ടികൾ ഉൾപ്പെടുന്ന പിന്നെ വീഡിയോസ് ഇടുമ്പം നമ്മുടെ യൂട്യൂബ് നിയമപ്രകാരം, നമ്മൾ കോപ്പ നിയമപ്രകാരം മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ടെൻഷനായി കുറേ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ ചാനലും ഒരു 13 വയസ്സുള്ള കുഞ്ഞിന് താഴെ ഉള്ളവർക്ക് കാണാനുള്ള ചാനലാണ്. അതായത് കാർട്ടൂണുകൾ, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്, അങ്ങനെ അത് പ്രഥമ ദൃഷ്ടിയാലൊരു കൊച്ചുകുട്ടിക്കുള്ള ചാനലാണെങ്കിൽ അത് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. കുട്ടികളെ ആകർഷിക്കുന്ന എന്തും, അതായത് ചെയ്യുന്ന കുട്ടി ആണോന്നുള്ളതിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു കാര്യം ഒരു മുതിർന്ന ആൾ നിന്ന് ചെയ്താലും അത് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കാമോ? നിങ്ങൾ കുട്ടികളെ ആകർഷിക്കുന്നതാണെങ്കിൽ അത് മെയ്ഡ് ഫോർ കിഡ്സിലേക്ക് പോകും. ഒരു സിനിമാറ്റിക് പാട്ടാണ്, ഒരു സിനിമാ ഗാനമാണ്, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരെല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു കൊച്ചു കുട്ടിക്കുള്ള റൈംസ് ആണ്, പടം വരയ്ക്കുന്നതാണ്, കാർട്ടൂണിന്റെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചു കുട്ടിക്കുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്താലും യൂട്യൂബ് അതിന്റെ കമന്റ് ബോക്സ് ഓഫാക്കും, റെസ്ട്രിക്ഷൻസ് കൊടുക്കും. നമ്മുടെ വീഡിയോയെ, നമ്മുടെ ചാനലിനെ മുഴുവനായിട്ട് എടുത്ത് കളയുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതിൽ പക്ഷേ തെറ്റായ രീതിയിൽ, അത് കൊച്ചു കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്, പക്ഷെ അപ്രോപ്രിയേറ്റ് അല്ല, അതിന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യം ഒരു കുട്ടിക്ക് ചേർന്നതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേറെ ഒരു വലിയ ഇഷ്യൂ ആകും. പക്ഷെ ചെറിയ ചെറിയ, അതായത് നിങ്ങൾ കൊടുക്കുന്ന ചാനല് കൊച്ചു കുട്ടിയെ ആകർഷിക്കുന്നതായിരുന്നു എങ്കിൽ അതിന്റെ കമന്റ് ബോക്സ് ഓഫാക്കി അതിന്റെ ആഡ്സും കുറച്ച്, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വരും. ചില രാജ്യങ്ങളിലേക്ക് അത് പിന്നെ പോകുന്നതിനെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അപ്പം നിങ്ങൾ എപ്പോഴും പരിശോധിക്കാൻ, നിങ്ങളുടെ കുട്ടി ഒരു സിനിമാറ്റിക് ഡാൻസ്, ശാസ്ത്രീയ നൃത്തം ഒക്കെയാണ് കളിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കൊച്ചു കുട്ടി നിന്നിട്ട് കൊച്ചു പിള്ളേരുടെ റൈംസോ പാട്ടോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഇത് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലേക്ക് യൂട്യൂബ് തന്നെ അതിനെ വിടും. അപ്പം നിങ്ങൾ എപ്പോഴും ചോദിക്കും ഇതിൽ രണ്ടെണ്ണത്തിൽ, അതിപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ചാനൽ തുടങ്ങുന്നവരുണ്ടായിരിക്കാം, കൊച്ചു കുട്ടികൾക്കുള്ള മെയ്ഡ് ഫോർ കിഡ്സ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പിന്നെ ഈ വരുമാനം കുറവായിരിക്കും, പൊതുവെ ആർട്സ് കുറവാക്കി ആയതുകൊണ്ട് ഇതിന് വരുമാനം പൊതുവെ കുറവായിരിക്കും. നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടികളുടെ ചാനൽ അങ്ങനെ കൊടുത്തേക്കാം, എന്നാൽ വരുമാനം കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിക്കരുത്. കൊച്ചുകുട്ടികൾക്കുള്ള ചാനലാന്ന് കണ്ടു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനവും അങ്ങ് റെസ്ട്രിക്റ്റഡ് ആയി പോകും. ഇനി നിങ്ങളുടെ കുട്ടി ശാസ്ത്രീയ നൃത്തം കളിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു നൃത്ത പരിപാടി, തബല കൊട്ടുന്നു, വയലിൻ വായിക്കുന്നു, അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുത്തോ. പക്ഷേ അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് റൂൾസിന് അഗനിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു കൊച്ചുകുട്ടിക്ക് ചേരാത്ത എന്തെങ്കിലും അവിടെ നടക്കുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എല്ലാം സ്റ്റോപ്പ് ആകും. ഇത്രേ ഉള്ളൂ. അപ്പം കൊച്ചുകുട്ടികൾക്ക്, അതായത് ഒരു 18 വയസ്സെന്നുള്ളതാണ് ഇതിലൊരു ലിമിറ്റേഷൻ വെച്ചേക്കുന്നത്. കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പം അത് നല്ല രീതിയിൽ ചെയ്യുക. അത് തീരെ പൊടി കുട്ടികളെ ആകർഷിക്കുന്നതും അവരുടെ സ്വഭാവവുമായി യോജിച്ചു പോകുന്ന കാര്യങ്ങളും അല്ലാതിരിക്കുന്നിടത്തോളം അത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലെ ഒരു ടീച്ചർ അവിടുത്തെ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നതോ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതോ അതിലിട്ട് പോകുന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനോട് കുറെ പേര് ഏജിന്റെ ഒക്കെ ചോദിച്ചു, 15 വയസ്സുണ്ടേ 12 വയസ്സുണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പം വീഡിയോയുടെ സ്വഭാവമാണ് മെയിന്, കുട്ടിയേക്കാൾ ഉപരി എന്നുള്ളതാണ് ഞാൻ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലായി. ഓഡിയൻസ് ആരാണെന്ന് ഉള്ളതും കൊച്ചു കുട്ടികൾക്ക് ചേരാത്ത എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നും. അടുത്തത് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഞാൻ യൂട്യൂബ് സ്റ്റാൻഡേർഡ് ലൈസൻസും മറ്റേ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ്, 2 ലൈസൻസിൽ ഏത് ക്ലിക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കത് പറഞ്ഞു തന്നു ഒരു തൃപ്തിയായില്ല, ഒരു സുഖമായില്ല. ഞാൻ അങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ പറയേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഓൾറെഡി അത് ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണേ. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഇതെല്ലാം കൂടെ കേൾക്കുമ്പം വട്ടാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആ സ്റ്റാൻഡേർഡ് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം എടുത്തിട്ടുള്ളവർക്ക്
കോപ്പിറൈറ്റ് കിട്ടും, അതായത് നമ്മൾ അനുവദിച്ചിട്ടില്ല എന്ന്. രണ്ടാമത്തേതിനകത്ത് നമ്മൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ക്രെഡിറ്റ് തരണം, അതായത് താഴെ നമ്മുടെ ലിങ്കോ കാര്യങ്ങളോ എടുത്തു നിന്ന് എടുത്താന്ന് പറയണമെന്ന്. അതായത് ചിലരെടുത്ത് ക്ലിപ്പിലൊക്കെ, അതായത് നമ്മുടെ നല്ലൊരു പാചകത്തിൻ്റെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് റിയാക്ഷനൊക്കെ എടുക്കണമെങ്കിൽ ക്ലിപ്പ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണും. നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുന്ന ഒരു ബട്ടൻ്റെ ഇപ്പുറം ഒരു ക്ലിപ്പ് കട്ട് ചെയ്യാൻ ഒരു കത്രികയും ഒക്കെ കാണുമല്ലോ, ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണും. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ഏതെങ്കിലും വീഡിയോ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് തരണം, നമ്മുടെ ലിങ്ക് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം എന്നൊക്കെയുള്ളതാണ് നിയമം. ഇപ്പോൾ എത്ര പേര് അത് അനുസരിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒത്തിരി പേര് ശത്രുക്കൾ തമ്മിൽ റിയാക്ഷൻ ചെയ്യുന്നതൊക്കെ കാണാമല്ലോ, അപ്പോൾ അവിടെ അനുവാദം കൊടുത്ത് ക്രെഡിറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇതൊക്കെ ചെയ്തില്ല എന്നാ ചേച്ചി കുഴപ്പം, ഇതൊന്നും ചെയ്യാതെ എൻ്റെ ചാനൽ കയറിപ്പോയല്ലോ എന്ന് യൂട്യൂബ് സ്റ്റുഡിയോ വീഡിയോയുടെ താഴെ ഒരു ചെറുക്കൻ വന്ന് കമൻറ്റ് ചെയ്താണേ. ആ കൊച്ചു പറയാം, അവൻ്റെ വീഡിയോ കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഉമ്മ തള്ളാതെ ചേച്ചി എന്ന് ഒരു യൂട്യൂബ് സ്റ്റുഡിയോ വീഡിയോയുടെ താഴെ ഒരു കുട്ടി വന്ന് കമൻറ്റ് ചെയ്തതാണ്. ആ കൊച്ചു ഏതാണ്ട് 10-18 വയസ്സുണ്ട് പ്രായം കണ്ടിട്ട്. അവൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അവനൊന്നും കുഴപ്പം വന്നില്ല. നീ കുഴപ്പം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല, ഒരു ലോഡ് പ്രശ്നം കിടക്കുക, കോപ്പിറൈറ്റ് ഇഷ്യൂ, ലൈസൻസ് ഇഷ്യൂ, അവിടെ കൊടുത്ത ഇഷ്യൂ. പിന്നെ ഞാൻ ഈയിടെ പറഞ്ഞില്ല, AI കണ്ടൻറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ വീഡിയോ മൊത്തം ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ, വീഡിയോയിൽ അനങ്ങുന്ന AI സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടേ എന്നൊന്നും അവിടെ പറഞ്ഞാൽ മതി. യൂട്യൂബിനോട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, അവിടെ ഒരു എസ് കൊടുത്താൽ മതി. അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടെന്നേ. നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയില്ല, അയ്യോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും 100 കൂട്ടം പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോൾ ആദ്യത്തെ വീഡിയോ മുതൽ പോയി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ സാധനം എല്ലാം കൂടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ കാലത്ത് കൊടുത്ത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കാൻ യൂട്യൂബ് സ്റ്റുഡിയോ വീഡിയോയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കൊടുത്തില്ലേ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഈ ഇട്ട് ഒരു 1000 വീഡിയോ ഇട്ടിട്ടുണ്ട്, 1000 എണ്ണത്തിൻ്റെ പുറകെ പോകേണ്ടി വരും. ഈ കൊച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാൻ റിമൂവ് ചെയ്തോന്ന്. കാരണം മറ്റുള്ളവർക്ക് അതൊരു എന്താ പറയുക, അവരെ മിസ്ലീഡ് ചെയ്ത് പോകത്തില്ലേ, നമ്മൾ പറയുന്നത് വെറുതെ ആയി പോകത്തില്ലേ. യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ആപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിവരമില്ലാത്തവർ വന്ന് കമൻറ്റ് ചെയ്യുവേ, അവർ ഇന്നവർ അതേ കയറി സെറ്റിങ്സ് ഒന്നും കൊടുക്കാത്തവരായിരിക്കും. എങ്ങനെയൊക്കെയോ വീഡിയോ കയറിപ്പോയ ആൾക്കാരിക്കും. വീഡിയോ കയറുന്ന ഇറങ്ങുന്നതല്ല, കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കയറിയതോ സബ്സ്ക്രിപ്ഷൻ ചോദിച്ച് കയറിയതോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതെല്ലാം കൊടുത്തില്ലേ വള്ളിക്കെട്ടെല്ലാം കൂടെ മോണിറ്റൈസേഷൻ്റെ സമയത്ത് വരും. അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് കൊടുത്തേക്കണേ. ഇനി അത് മോണിറ്റൈസ്ഡ് കഴിഞ്ഞിട്ട് എന്തോരം പൈസ കിട്ടുമെന്നൊക്കെ തുടക്കക്കാരൻ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടെന്നേ. ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ കയറി പോകുന്നതിൽ ഒരു കമൻറ്റ് ഇട്ട ഒരു കൊച്ചിനെ ഞാൻ കണ്ടു. ഞാൻ അങ്ങനത്തെ ഒരു കമൻറ്റ് കേട്ടോ, നിഷ്കളങ്കമായ ഒരു കമൻറ്റ് കേട്ടു. അതുപോലെ തുടക്കക്കാർ തന്നെ വന്നിട്ട് ചോദിക്കും, അത് ഈ മോണിറ്റൈസ്ഡ് ആയ പൈസ കിട്ടുമോ എന്ന് ആദ്യമേ വന്ന് ചോദിക്കും. അപ്പം ഞാനൊക്കെ 2016 തുടങ്ങുമ്പം എനിക്കന്ന് പൈസ കിട്ടുമെന്ന് അറിയത്തു കൂടിയില്ലായിരുന്നു. എനിക്ക് എന്നാന്നറിയാം, എനിക്ക് സിനിമ നടി ആവണമായിരുന്നു. അപ്പം എനിക്ക് കൽപ്പന ചേച്ചിയൊക്കെ പോലെ കോമഡി നടി ആവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അന്നേരം അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് പൈസ കിട്ടുമെന്നൊക്കെ പോകെയൊക്കെയാണ് മനസ്സിലായത്. പക്ഷേ അന്നേരം എനിക്ക് എങ്ങനെയും ഫേമസ് ആവണമെന്നായിരുന്നേ. അന്നേരം ഈ പൈസ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞ് ഞാൻ എത്ര മാസം കഷ്ടപ്പെട്ടിട്ട് $100 ഒന്നാക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടെന്നറിയാവോ. അതുപോലെ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അവിടെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പഠിക്കാനും യൂട്യൂബിൻ്റെ സംശയങ്ങൾ ചോദിക്കാനും വരുന്നവരിൽ 95K ഉള്ളത്, 1 ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസ്ഡും ആയവർ വന്നിട്ടുണ്ട്. അതുപോലെ മോണിറ്റൈസ്ഡ് ആയ 3 പേരാണ് ഉള്ളത്. അതൊരാൾ മോണിറ്റൈസേഷൻ്റെ എല്ലാം കഴിഞ്ഞ് എന്തോ വേരിഫിക്കേഷനും കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ ബാക്കി. ഒരാൾക്ക് മോണിറ്റൈസേഷനുമായി എല്ലാമായി, പക്ഷെ പൈസ വന്നില്ല, ഡോളർ കയറിയില്ല. ഡോളർ കയറാത്ത എന്നാണെന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പം ഇപ്പോഴത്തെ അത് വർഷങ്ങളായി വീഡിയോ ഇടുക, അങ്ങനെ സബ്സ്ക്രൈബേഴ്സും വാച്ചവറും കയറി പുള്ളിക്കാരൻ്റെ. പക്ഷേ ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ വീഡിയോസിന് വ്യൂസ് കുറവാണ്. അതുകൊണ്ട് നമ്മളുടെ എഡിറ്റിങ്ങും തംബ്നെയിലും ഒക്കെ പഠിക്കാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, മോണിറ്റൈസ്ഡ് ആകാൻ വേണ്ടി നിങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഇടുന്നില്ലേ, അതുകൊണ്ടൊന്നും ആയില്ല. മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഓർഗാനിക്കായിട്ട് ആൾക്കാർ കണ്ട് വ്യൂസ് കിട്ടിയാലേ നിങ്ങൾക്ക് ഡോളർ കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. നിങ്ങളെ ആൾക്കാർ ഇപ്പം നിങ്ങൾ എന്തോരം വർക്ക് ചെയ്യുന്നു അത്രയും വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഓരോ മാസം പൈസ കിട്ടുകയുള്ളൂ. മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അന്നേരം അവർ ശമ്പളമായിട്ട് എല്ലാ മാസം തരുമല്ല. എല്ലാ മാസവും $100 എന്നുള്ള ടാർഗറ്റ് കഴിയണം. $100 കഴിഞ്ഞ് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ അവരതിൽ നിന്ന് കുറച്ചെടുക്കും. ഒരു ഇത്ര പെർസെൻറ്റേജ് അവരെടുത്തതിന് ശേഷമാണ് അവർ തരുന്നത്. ഇപ്പോൾ ഒരു 140 ആയി കഴിയുമ്പോഴേക്കും നമുക്ക് $100 കിട്ടുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ.
നമ്മൾ PSCക്ക് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ജോലി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ജോലിക്ക് പോകാതെ നമ്മൾ 2 മാസം അങ്ങ് ചുമ്മാ വീട്ടിലിരുന്ന കാശ് വരുമോ? ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്താൽ കാശ് വരുമോ? അതുപോലെ തന്നെയാണ് ഇത്. മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട അത്രയും തന്നെ നമ്മൾ വീണ്ടും കഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഇതിപ്പോൾ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ 2 ദിവസം വീഡിയോ ചെയ്തും ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തുടങ്ങിയേക്കുന്നതുകൊണ്ട് മുറ്റമടിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ രാവിലത്തെ പണിയും തീർത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പിള്ളേരെല്ലാം എനിക്ക് ഈ റൂമാണ് കംഫർട്ടബിള്. അപ്പോൾ ഈ റൂമിൽ പിള്ളേരൊരു പോലെ. അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ തുണി കഴുകാൻ കിടപ്പുണ്ടെങ്കിൽ ആരും ഇത് കാണുന്നില്ലല്ലോ. അപ്പം അതുപോലെ തന്നെ കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. രാവിലെ പെട്ടെന്ന് മേക്കപ്പ് വിട്ട് ഈ ഉച്ചത്തെ പണി ഇനി ചെയ്യാൻ കിടക്കുകയാണേ. അപ്പോൾ മേക്കപ്പ് വിട്ട് ഈ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ ഓർക്കും നീനു ചേച്ചിക്ക് പിന്നെ ഇവിടെ ഭയങ്കര സെർവൻസ് ഒക്കെ ഉണ്ട്, അപ്പം ചേച്ചി ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നല്ല കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാട്. നിങ്ങൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആവുന്നില്ല, അതെങ്ങനെ ഓപ്പൺ ആക്കുന്നത് കാണിച്ചു തരാം. രണ്ടാമത് പബ്ലിക് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതോ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തില്ല, അതിനകത്ത് കൊടുക്കേണ്ട ഓപ്ഷൻസ് എല്ലാം കൊടുക്കാതെ നിങ്ങൾക്ക് പബ്ലിക് ആക്കാനായിട്ട് പറ്റുകയില്ല. റെസ്ട്രിക്ഷൻ നൺ എന്ന് കാണാതെ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കും ആക്കരുത്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പം നമ്മുടെ പേരോട് സഹിതമുള്ള യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആവും. അതിൽ ഈ കോണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടന്റ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം കിടക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന്. അപ്പോൾ ആ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഇങ്ങനെയാണ് അത് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെയാണ് നമുക്ക് നോ ഇഷ്യൂസ്, റെസ്ട്രിക്ഷൻ നണ്ണെന്നൊക്കെ ഉള്ളത് വരുന്നത്. കണ്ടോ, പബ്ലിക്കിൻ്റെ താഴെ അത് കണ്ടുകൊണ്ടാണ് ഞാനത് പബ്ലിക്കാക്കി വെച്ചിരിക്കുന്നത്. ഇനി പബ്ലിക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, പബ്ലിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളിങ്ങോട്ട് വന്നിട്ട് അത് പബ്ലിക്കിലൊന്ന് ഒന്നുകൂടെ ഞെക്കി കഴിയുമ്പോഴത്തേനും പബ്ലിക് അൺലിസ്റ്റഡ് പ്രൈവറ്റ് എന്നുള്ളത് കിടപ്പുണ്ട്. അത് പോരാതെ ഇതുകൊണ്ട് നമുക്ക് സമയം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നാളത്തേക്കൊക്കെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് അതിന് കലണ്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് പബ്ലിക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാനൊക്കെ ഒക്കും. അപ്പോൾ നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയിട്ടേ നമ്മൾ പബ്ലിക്കൊക്കെ ആക്കാവുള്ളൂ. അതേണ്ട ഇവിടെ നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൊടുക്കണം. അവിടെ സെറ്റിങ്സിൽ എന്ത് കൊടുത്താലും ഇവിടെ മുകളിലായിട്ട് സേവ് എന്ന് കൊടുക്കാതെ ഇതിനകത്ത് സേവ് ആയി കിടക്കുകയില്ല കേട്ടോ. അപ്പോൾ അൺലിസ്റ്റഡ് ആക്കിയാൽ നിങ്ങൾ സേവ് ചെയ്താലേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ റെസ്ട്രിക്ഷൻ നണ്ണെന്നുള്ള ആ ഒരു മെസ്സേജ് അവിടെ വന്ന് കിടക്കുകയുള്ളൂ. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. സെറ്റിങ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, തംബ്നെയിൽ കറക്റ്റായിട്ട് ചെയ്യുക, അട്രാക്റ്റീവ് വീഡിയോസ് ചെയ്യുക. ഒരു വീഡിയോ ചെയ്താലും നല്ല വൃത്തിക്ക് മൈക്കൊക്കെ കൊടുത്ത് വെളിച്ചം വീട്ടിനകത്തില്ലെങ്കിൽ പുറത്തു പോയി നിന്നാണെങ്കിലും ചെയ്യുന്ന കാര്യം ആൾക്കാർക്ക് മനസ്സിലാവുന്നപോലെ മടുപ്പില്ലാതെ ചെയ്യുക. നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും കേട്ടോ. ഇനിയും ടിപ്സ് പറഞ്ഞു തരാം. എന്ത് വീഡിയോസ് ചെയ്താലും കയറി പോകുന്നത്, എങ്ങനെ ചെയ്താലും കയറി പോകുന്നത്, എങ്ങനെ ഷൂട്ട് ചെയ്യണം, എല്ലാം വരുന്ന വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വീണ്ടും നിങ്ങൾ കമൻസിലിടൂ. ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞുതരാം. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് എഡിറ്റിങ്ങും തംബ്നെയിൽ മേക്കിങ്ങും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ട് പോരാം. ഞാൻ 250 രൂപ ഫീസാണ് മേടിക്കുന്നത്. ഒരു തവണ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സും കൊടുക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ എന്നോട് നേരിട്ട് വന്ന് സംശയങ്ങൾ ചോദിക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കഴിഞ്ഞ തവണ ലിങ്ക് കൊടുത്തപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഓൾറെഡി ഉള്ള ഗ്രൂപ്പിൽ ആൾ കൂടുതലായതുകൊണ്ട് എൻ്റെ വാട്സപ്പിൽ 24 hours ഇങ്ങനെ സ്റ്റക്കായിപ്പോയി. കാരണം ആളുകൾ കൂടുതലായിട്ട് വന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് രണ്ടാമതൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് അത് കണ്ടില്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും. അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ 250 രൂപ ഫീസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്നിപ്പം ഒത്തിരി പേര് വന്നു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഓഫാക്കി എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ താമസിച്ചാണെങ്കിലും ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്യിക്കാതെ വെച്ചിരിക്കാമെന്ന് വിചാരിക്കില്ല. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാനായിട്ട് ഒരു Q&A ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ഇനി പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പുതിയ ചോദ്യങ്ങൾക്ക് മറുപടികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.